ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സിഡ്നിയിലെ ബ്ലൂ മൗണ്ടൻ മലനിരകളിലാണ്. ത്രീ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ തിരുവെഴുത്തുകളിൽ ദൈവം നിർമ്മിച്ച പർവ്വതങ്ങളെ, അതിന്റെ മനോഹാരിതയെ കണ്ടു. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന, ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച, താൻ ഏറ്റവും സ്നേഹിക്കുന്ന മോശയോട് മുഖാമുഖമായി ദൈവം സംസാരിച്ച ഇടമാണ് പർവ്വതങ്ങൾ. ദൈവത്തിന്റെ പർവ്വതങ്ങൾ, മനോഹരമായ പർവ്വതങ്ങൾ, അനവധി നിരവധി തിരുവെഴുത്തുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന ദൈവനിർമ്മിതിയുടെ മനോഹാരിത ഈ പർവ്വതങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതവും അഗോചരവുമായി ദൈവം സൃഷ്ടിച്ച ദൈവ സൃഷ്ടിയുടെ മണിമകുടമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പർവ്വതം, മലനിരകൾ അത് വരുത്തുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട്. മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അനവധി നിരവധി നഗരങ്ങളുടെ അനുഗ്രഹങ്ങൾ തന്നെ. ന്യൂയോർക്ക് പട്ടണം, ടോക്കിയോ തുടങ്ങിയുള്ള പ്രമുഖമായ പട്ടണങ്ങൾ ആശ്രയിക്കുന്നത് തന്നെ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധജലമാണ്. അനേക പട്ടണങ്ങളുടെ ധാതു സമ്പത്തുകൾ, മിനറുകൾ, അനേകം നന്മകൾ, ഇതിന്റെ എല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് ഈ പർവ്വതങ്ങളാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ അതിജീവനത്തിനും മുൻപോട്ടുള്ള നല്ല ഭാവിക്കും വേണ്ടി ദൈവം ഒരുക്കുന്ന ഈ പർവ്വതങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഒരു ദൈവപൈതനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യഹോവയുടെ പർവ്വതം അവർക്ക് നോക്കാൻ കഴിയുന്നതാണ്. ദൈവമുഖത്തേക്ക് നോക്കുന്നതിന് പ്രതീകമായി ഈ പർവ്വതങ്ങളെ പങ്കുവച്ചിട്ടുണ്ട്. സങ്കീർത്തനം 121 പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ദൈവസഹായത്തിന് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു ദൈവപൈതൽ ഏറ്റവും വലിയ ധൈര്യം എന്തെന്നറിയുമോ? ഈ കാണുന്ന പർവ്വതങ്ങളില്ലേ, ഈ പർവ്വതങ്ങളെപ്പറ്റി തിരുവെടുത്ത് പറയുന്നൊരു പദമുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറത്തില്ല. നമ്മൾ ഈ കാണുന്ന പർവ്വതങ്ങൾ, ഇത് നീങ്ങാം, ഇത് സ്ഥായീഭാവമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ ഇതും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പർവ്വതങ്ങൾ നീങ്ങിയാലും കുന്നുകൾ നീങ്ങിയാലും നമ്മോടുള്ള ദൈവത്തിന്റെ ദയ ഒരിക്കലും മാറത്തില്ല. ദൈവത്തിന്റെ സമാധാന നിയമങ്ങൾ നീങ്ങിപ്പോകത്തില്ല. ഞാനൊരു സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവത്തിന്റെ ദയയിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ ദയ, അത് നമ്മെ നിരന്തരം പൊതിഞ്ഞു വരും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇത് നമുക്ക് വിളംബരം ചെയ്യുന്ന ദൈവിക അർത്ഥതലങ്ങളെ നമുക്ക് ഗ്രഹിക്കാം. കർത്താവിന് നന്ദി പറയാം. ഗോഡ്